4. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 9 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 9, അതുപോലെ വൈ ഈസ് ഈക്വൽ ടു 5. ഹായ്, ഇന്നത്തെ വീഡിയോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ CBSE 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് 2 വേരിയബിൾസ്. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഇക്വേഷനെ സോൾവ് ചെയ്യുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് 3.2 ക്വസ്റ്റ്യൻ ആണ്. 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14. സെക്കൻഡ് ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലും എലിമിനേഷൻ മെത്തേഡിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് 2 വേരിയബിൾ ഉണ്ട്, എക്സും വൈയും. 2 വേരിയബിൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സും വൈയും ഉൾപ്പെടുന്ന 2 വേരിയബിൾ ഉൾപ്പെടുന്ന 2 ഇക്വേഷൻ നമുക്കുണ്ടാവും. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിലും നമ്മൾ ഒരു വേരിയബിളിന് ഒഴിവാക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലും നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഇക്വേഷനെ മാറ്റി എഴുതി ഒന്നുകിൽ എക്സിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ വൈയുടെ ടൈമിലേക്ക് നമ്മൾ ഇക്വേഷനെ മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ മാറ്റിയാൽ ആ കിട്ടുന്ന വാല്യൂ എടുത്ത് സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു വേരിയബിൾ തന്നെ കിട്ടുന്നു. എന്നിട്ട് ആ വേരിയബിളിൻ്റെ ഒരു വേരിയബിളിൻ്റെ ഇപ്പോൾ എക്സ് ആണെങ്കിൽ വൈ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ആ കിട്ടുന്ന വാല്യൂ വീണ്ടും തമ്മിലുള്ള ബന്ധം അത് നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈയുടെ വാല്യൂ കിട്ടുന്നെങ്കിൽ വൈയുടെ വാല്യൂ അടുത്ത ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ എക്സിൻ്റെ വൈയുടെയും വാല്യൂ 2 ഘട്ടമായിട്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ചെറുതായിട്ട് മാറ്റി എഴുതാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിനെ മാറ്റിയിട്ട് എക്സ് ഈക്വൽ ടു ആ വൈനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അതായത് 14, ഈ വൈ ഇവിടെ പ്ലസ് ആണ്, അത് റൈറ്റ് സൈഡിൽ പോകുന്നു, 14 മൈനസ് വൈ എന്നാവും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് 14 മൈനസ് വൈ എന്ന രീതിയിൽ നമ്മൾ മാറ്റി എഴുതി. ഇത് ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ മാറ്റി എഴുതി, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ 14 മൈനസ് വൈ എന്നുള്ളത് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കുന്നു. അത് സെക്കൻഡ് ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം ഈ 14 മൈനസ് വൈ എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 14 മൈനസ് വൈ മൈനസ് വൈ ഈക്വൽ ടു 4 എന്നായിട്ട് മാറുന്നു ഈ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇവിടെ എക്സ് എന്നുള്ള ടേം ഇതിനകത്തില്ല. നമ്മൾ എക്സ് എന്നുള്ള ഒരു വേരിയബിളിനെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുക. നമ്മൾ എലിമിനേഷൻ മെത്തേഡിൽ അത് ആഡ് ചെയ്തിട്ടോ സബ്ട്രാക്ട് ചെയ്തിട്ടോ നമ്മൾ ഒഴിവാക്കുന്നു. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. എങ്കിൽ എങ്ങനെ ചെയ്താലും നമ്മൾ ഒരു വേരിയബിളിനെ ഒഴിവാക്കും. ആ മെത്തേഡിൽ ആഡ് ചെയ്യോ സബ്സ്ട്രാക്ട് ചെയ്തോ ഒഴിവാക്കുന്നതുകൊണ്ട് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എക്സിന് പകരം വൈയുടെ ടൈമിലേക്ക് ഇക്വേഷനെ മാറ്റി അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എക്സിന് പകരം 14 മൈനസ് വൈ എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്തു. ഇപ്പോൾ വൈയുടെ ടൈമിലേക്ക് ഇക്വേഷൻ മാറി. ഇതിനെ ചെയ്യാൻ നമുക്കപ്പോൾ 14 മൈനസ് വൈ ബ്രാക്കറ്റ് മാറ്റി ഈക്വൽ ടു 4 എന്ന് കിട്ടുന്നു. അതായത് 14 മൈനസ് 2y ഈക്വൽ ടു 4 എന്ന് കിട്ടി. നമ്മുടെ ഇക്വേഷൻ 14 മൈനസ് 2y ഈക്വൽ ടു 4 ആണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു വേരിയബിളുള്ളൂ, അതുകൊണ്ട് നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ വേരിയബിൾ ഉള്ള ടൈമിനെല്ലാം ഒരു സൈഡിൽ നിർത്തുക. അതായത് മൈനസ് 2y ലെഫ്റ്റ് സൈഡിൽ നിൽക്കട്ടെ, റൈറ്റ് സൈഡിൽ 4 അതുപോലെ തന്നെ എഴുതി. ഈക്വൽ ടു സൈഡിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയുള്ള റൈറ്റ് സൈഡിലുള്ള 4നെ അങ്ങനെ തന്നെ എഴുതിയതിന് ശേഷമേ ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. ഇതിൻ്റെ സൈൻ മാറ്റാൻ നിൽക്കരുത്, ഇതങ്ങനെ തന്നെ എഴുതുക. അതിനുശേഷം നമ്മൾ ഈ 14നെ അപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് മൈനസ് 14 ആയി. അവിടെയുള്ള 14ൻ്റെ സൈൻ പോസിറ്റീവാണ്, ഇവിടെ വന്നപ്പോൾ അത് മൈനസ് 14 ആയി. അതായത് നമുക്ക് മൈനസ് 2y ഈക്വൽ ടു മൈനസ് 10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 4 മൈനസ് 14. അതുകൊണ്ട് y ഈസ് ഈക്വൽ ടു മൈനസ് 10 ഡിവൈഡഡ് ബൈ മൈനസ് 2 ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടി.
ഇനി ഇവിടെ എക്സ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി എഴുതിയിട്ടുണ്ട് എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 14 - y എന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, ആ ഇക്വേഷനിൽ നമുക്ക് y ഈസ് ഈക്വൽ ടു 5 എന്നുള്ളത് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 14 - yക്ക് പകരം 5 എന്ന് എടുത്തു, ഈക്വൽ ടു 14 - 5 ഈസ് ഈക്വൽ ടു 9. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 9 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 9, അതുപോലെ y ഈസ് ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ചെയ്ത വഴി ഒന്നുകൂടി പറയാം. ആദ്യം 2 ഇക്വേഷൻ എഴുതി വെച്ചു. അതിൽ ഏത് ഇക്വേഷനെ നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ എടുക്കാം. ഒരു ഇക്വേഷനിലെ എക്സ് ഈക്വൽ ടു എന്നോ അല്ലെങ്കിൽ y ഈക്വൽ ടു എന്നോ ഒരു ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുന്നു. അതിനുശേഷം ആ വാല്യൂ എടുത്ത് സെക്കൻഡ് ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു ആണ് എഴുതിയെങ്കിൽ എക്സിന് പകരം ആ വാല്യൂ കൊടുക്കുന്നു. y ഈക്വൽ ടു എന്നാണ് നമ്മൾ മാറ്റിയെങ്കിൽ വൈക്ക് പകരം ആ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ ഒരു വേരിയബിൾ മാത്രമുള്ള ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടും. ഇനി ആ ഇക്വേഷനെ 1 വേരിയബിൾ നമ്മൾ സോൾവ് ചെയ്താൽ എക്സിൻ്റെ അല്ലെങ്കിൽ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി ആ വാല്യൂ നമ്മൾ അടുത്ത ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ y ഈക്വൽ ടു എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും നേരത്തെ. ആ ഇക്വേഷനിലേക്ക് ഈ കിട്ടിയ വേരിയബിളിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് വേരിയബിളിൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 9 എന്നും y ഈസ് ഈക്വൽ ടു 5 എന്നും നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, എസ് മൈനസ് ടി ഈക്വൽ ടു 3. അതുപോലെ എസ് ബൈ 3 പ്ലസ് ടി ബൈ 2 ഈക്വൽ ടു 6. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എസ് മൈനസ് ടി ഈക്വൽ ടു 3 എന്നും എസ് ബൈ 3 പ്ലസ് ടി ബൈ 2 ഈക്വൽ ടു 6 എന്നും കിട്ടിയിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് ഇക്വേഷനിൽ എസ് ബൈ 3 കിടപ്പുണ്ട്, അതുപോലെ ടി ബൈ 2 കിടപ്പുണ്ട്. അങ്ങനെയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് എളുപ്പത്തിന് ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയാൽ അവിടെ ആ ഡിനോമിനേറ്ററില്ല ഫ്രാക്ഷനാണുള്ള സംഭവം നമുക്ക് മാറ്റിയാൽ 3 നും 2 ആണ്. അപ്പോൾ 3 നും 2 നും കോമൺ ആയിട്ട് LCM എന്നൊക്കെ പറയാം, കോമൺ ആയിട്ട് കിട്ടുന്നൊരു വാല്യൂ ആണ് 6. ആ 6 കൊണ്ട് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2 ഇൻറ്റു 6 ഇംപ്ലൈസ് 6 ഇൻറ്റു എസ് ബൈ 3 പ്ലസ് 6 ഇൻറ്റു ടി ബൈ 2 ഈക്വൽ ടു 6 ഇൻറ്റു 6. അപ്പോൾ ഇവിടെ ഈ 6നെയും 3നെയും നമുക്ക് കട്ട് ചെയ്യാം, അതുപോലെ ഈ 6നെയും ഈ 2നെയും കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3യും 6ഉം കട്ട് ഇവിടെ 2 കിട്ടുന്നു, ഇവിടെ 2ഉം 6ഉം കട്ട് ഇവിടെ 3 കിട്ടുന്നു. അപ്പോൾ ഇക്വേഷൻ മാറുന്നു. അതായത് 2s പ്ലസ് 3t ഈക്വൽ ടു 36 എന്നായി മാറും. വേണമെങ്കിൽ നമുക്ക് പേര് മാറ്റി കൊടുക്കും, ഇക്വേഷൻ നമ്പർ 3 എന്നിവിടെ കൊടുത്തു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഏറ്റവും ചെറിയ ഇക്വേഷൻ നോക്കും. എസ് മൈനസ് ടി ഈക്വൽ ടു 3 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ആ ഫസ്റ്റ് ഇക്വേഷനെ എസ് മൈനസ് ടി ഈക്വൽ ടു 3 ആണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 3 അവിടെ തന്നെ എഴുതി, ആ ടീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ പ്ലസ് ടി ആവുന്നു. എസ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് ടി എന്ന് നമ്മൾ എടുക്കും. അത് നമുക്ക് സെക്കൻഡ് അല്ല തേർഡ് ഇക്വേഷനിൽ കൊടുക്കാം. സെക്കൻഡ് ഇക്വേഷൻ തന്നെ മാറ്റിയതാണ് തേർഡ് ഇക്വേഷൻ. ഇവിടെ 2s പ്ലസ് 3t ഈക്വൽ ടു 36 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 3t എന്നുള്ള വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുക്കും. അത് എസിന് പകരം, അതായത് 2 ഇൻറ്റു എസിൻ്റെ വാല്യൂ ഇവിടെ 3 പ്ലസ് ടി ആണ്. അപ്പോൾ 3 പ്ലസ് ടി ഇവിടെ കൊടുത്തു, പ്ലസ് 3t ഈക്വൽ ടു 36 എന്നായി മാറി. നമുക്കിവിടെ 2 ഇൻറ്റു 3യും 2 ഇൻറ്റു ടിയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 3 6 പ്ലസ് 2 ഇൻറ്റു ടി 2t പ്ലസ് ഇവിടെയുള്ള 3t ഈക്വൽ ടു 36. അപ്പോൾ ഇവിടെ 6 പ്ലസ് 2tയും 3tയും കൂട്ടിയാൽ 5t ഈക്വൽ ടു 36. അപ്പോൾ ഇനി നമുക്ക് വേരിയബിളുള്ള ടിയുടെ ടേം ഇവിടെ നിർത്തുക. അപ്പോൾ 5t ഈക്വൽ ടു ഇവിടെയുള്ള 36 അങ്ങനെ തന്നെ എഴുതി. ഇനി ഈ ഇപ്പുറത്തുള്ള 6നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ -6. അപ്പോൾ നമുക്ക് 5t ഈക്വൽ ടു 36 - 6 30 എന്ന് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ t ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 6 എന്ന് കിട്ടുന്നു. ഇപ്പോൾ ടിയുടെ വാല്യൂ നമുക്ക് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് t ഈക്വൽ ടു 6 ഇൻ ഇക്വേഷൻ നമ്മളെടുത്ത് വെച്ച ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിൽ, ആ ഇക്വേഷനിൽ എസ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് ടി എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കുന്നു.
അപ്പോൾ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് ടി ആണ്. 3 പ്ലസ് ടിയുടെ വാല്യൂ നമുക്ക് 6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 പ്ലസ് 6 ഈക്വൽ ടു 9. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ടി ഈസ് ഈക്വൽ ടു 6, അതുപോലെ എസ് ഈസ് ഈക്വൽ ടു 9 എന്നിങ്ങനെ രണ്ട് വാല്യൂസ് കിട്ടി. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, 3x മൈനസ് വൈ ഈക്വൽ ടു 3, 9x മൈനസ് 3y ഈക്വൽ ടു 9. ചെയ്ത് നോക്കാം. ഇവിടെ 3x മൈനസ് വൈ ഈക്വൽ ടു 3, 9x മൈനസ് 3y ഈക്വൽ ടു 9. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇക്വേഷൻ കണ്ടാൽ തന്നെ അറിയാം 3x മൈനസ് വൈ ഈക്വൽ ടു 3, അതിനെ 3 കൊണ്ട് ഗുണിച്ചതാണ് ഈ 9x മൈനസ് 3y ഈക്വൽ ടു 9. അതായത് ഇത് രണ്ടും ഒരേ ലൈനിൻ്റെ തന്നെ ഇക്വേഷനാണ്. അതായത് ഈ ലൈൻ കോയിൻസൈഡ് ചെയ്യുന്ന ലൈനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഇവിടെ ഉണ്ടാവും. എക്സാക്റ്റ് ഒരു സൊല്യൂഷൻ നമുക്ക് എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. എക്സിന് ഏത് വാല്യൂ കൊടുത്തോ കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് വാല്യൂ കിട്ടും. കാരണം ഇവിടെ a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 ആണ്. കാരണം ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് സെക്കൻഡ് ഇക്വേഷൻ. എങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ മാറ്റുന്നു. അതായത് 3x മൈനസ് വൈ ഈക്വൽ ടു 3, 3x മൈനസ് വൈ ഈക്വൽ ടു 3, അത് ഈക്വൽ ടു 3 വൈനപ്പുറത്തേക്ക് കൊണ്ടുപോകും, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും, 3 പ്ലസ് വൈ. അപ്പോൾ x ഈക്വൽ ടു 3 പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 3 പ്ലസ് വൈ ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടി. ഇനി അത് അടുത്ത ഇക്വേഷനിൽ കൊടുക്കും. 9 ഇൻറ്റു 3 പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 3 മൈനസ് 3y ഈക്വൽ ടു 9 എന്ന ഇക്വേഷൻ മാറി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 9നെയും ഈ 3നെയും കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ആയി. 3 ഇൻറ്റു 3 പ്ലസ് വൈ മൈനസ് 3y ഈക്വൽ ടു 9. ഇപ്പോൾ 3 ഇൻറ്റു 3 9, 9 പ്ലസ് ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3 ഇൻറ്റു 3 ചെയ്തു, അതുപോലെ 3 ഇൻറ്റു വൈ ചെയ്തു. അപ്പോൾ 3y മൈനസ് 3y ഈക്വൽ ടു 9. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇക്വേഷൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് വേരിയബിൾ രണ്ട് വാല്യൂ ഉണ്ടെങ്കിൽ 9 പ്ലസ് 3y മൈനസ് 3y 0 ഈക്വൽ ടു 9. അതായത് 9 ഈക്വൽ ടു 9 എന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ. സൊല്യൂഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഇത് കോയിൻസൈഡ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ എക്സാക്റ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിവിടെ ഈ പ്രോബ്ലം തുടക്കത്തിൽ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് തന്നെ ആർക്കും മനസ്സിലാവും. അപ്പോൾ ഇല്ലെങ്കിൽ a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 എന്ന് ചിന്തിച്ചാലും മതി. ഇനിയിപ്പോൾ ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഇല്ല എന്നല്ല ഇവിടെ പറയുന്നത്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എക്സാക്റ്റ് വൺ സൊല്യൂഷൻ അല്ല. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ എഴുതുന്നു. 3x മൈനസ് വൈ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എക്സിന് y 1 എന്നൊരു വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ 3 ഇൻറ്റു 1 മൈനസ് വൈ ഈക്വൽ ടു 3. 3 മൈനസ് വൈ ഈക്വൽ ടു 3. അതായത് മൈനസ് വൈ ഈക്വൽ ടു 3 മൈനസ് 3 0. അതായത് y ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് x ഈക്വൽ ടു 1, അപ്പോൾ y ഈക്വൽ ടു 0. ഇനി ഞാൻ വേണമെങ്കിൽ എക്സിന് മറ്റൊരു വാല്യൂ മാറ്റി കൊടുത്ത് നോക്കാം. x ഈക്വൽ ടു 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 3 ഇൻറ്റു 2 മൈനസ് വൈ ഈക്വൽ 6 മൈനസ് വൈ ഈക്വൽ ടു 3 മൈനസ് വൈ ഈക്വൽ ടു 3 മൈനസ് 6 മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 3. അതായത് y ഈക്വൽ ടു 3 എന്ന് കിട്ടുന്നു. അപ്പോൾ x ഈക്വൽ ടു 2 ആകുമ്പോൾ y ഈക്വൽ ടു 3 ആയിരിക്കും. x 1 ആകുമ്പോൾ y 0 കിട്ടുന്നു. x 2 ആകുമ്പോൾ y 3 കിട്ടുന്നു. അങ്ങനെ എക്സിൻ്റെ വാല്യൂ മാറ്റി മാറ്റി കൊടുത്താൽ നമുക്ക് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അതായത് എക്സാക്റ്റ് ഒരു സൊല്യൂഷൻ ഇല്ല, ഇതൊരു ഒറ്റ ലൈനാണ്. അപ്പോൾ
ഇൻഫിനിറ്റ് മെനി സൊല്യൂഷൻസ് ഇവിടെ കിട്ടും. മുമ്പ് ചെയ്ത കണക്കുകളെല്ലാം രണ്ടും സെപ്പറേറ്റ് രണ്ട് ഇക്വേഷൻ തന്നെയായിരുന്നു. ഇത് ഒരു ഇക്വേഷൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ്റെ മറ്റൊരു മൾട്ടിപ്പിളാണ് സെക്കൻഡ് ഇക്വേഷനായിട്ട് വന്നത്, അതായത് ഒരു ഇക്വേഷൻ തന്നെയാണ്. മറ്റ് രണ്ട് പ്രോബ്ലങ്ങളിൽ രണ്ടും രണ്ട് ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ അത് രണ്ടിനും കോമൺ ആയിട്ട് കിട്ടേണ്ട എക്സിൻ്റെയും വൈയുടെയും വാല്യൂ അത് ഒരു വാല്യൂ തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഇക്വേഷനിൽ എക്സാക്റ്റ് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും, ഇവിടെ ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും. ഇനി മറ്റൊരു കണക്കിൽ ലൈൻസ് പാരലാണെങ്കിൽ അവിടെ സൊല്യൂഷൻ ഉണ്ടാവില്ല. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അങ്ങനെയുള്ള ഇതിൻ്റെ ബാക്കി ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ മൂന്ന് സബ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി അടുത്ത 3 ക്വസ്റ്റ്യനും കൂടെ ഈ സെയിം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെയുള്ള പ്രോബ്ലംസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.